അപ്പോൾ പൊതിച്ചോറിനൊക്കെ പറ്റിയ ബീറ്റ്റൂട്ടിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ ഇതേപോലത്തെ ബ്ലേഡിൽ ബീറ്റ്റൂട്ട് നന്നായിട്ട് ഉരച്ചെടുക്കാം. അപ്പോൾ ഇതിൻ്റെ കൂടെ കുറച്ച് ചമ്മന്തിയും ഇതുണ്ടെങ്കിൽ പൊതിച്ചോറ് കിട്ടുമ്പോൾ ഒരു മുട്ടയും ചമ്മന്തിയും ഈ ബീറ്റ്റൂട്ട് ഉണ്ടെങ്കിൽ നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഞാൻ ആ ബ്ലേഡിൽ ഉരച്ചെടുത്തിട്ടുണ്ട്. പിന്നെ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് വേപ്പില ഇട്ട് കൊടുത്തു. അത് ഏകദേശം മൂത്ത് വന്നപ്പോൾ നമ്മൾ ഉണക്കമുളക് പൊടിച്ചത് കുറച്ച് ഇട്ട് കൊടുക്കാൻ കേട്ടോ. അപ്പോൾ അടിപൊളി ടേസ്റ്റാണ്, പെട്ടെന്ന് റെഡിയാക്കി എടുക്കാം. ഒന്ന് കുറച്ച് നേരം ഒന്ന് ചൂടായി കഴിയുമ്പോൾ വെന്ത് കിട്ടും കേട്ടോ. അപ്പോൾ സ്കൂളിൽ പിള്ളേർക്ക് ചോറിനൊക്കെ കൊടുത്ത് വിടാൻ പറ്റിയ അടിപൊളി റെസിപ്പിയാണ്. അതിൻ്റെ കൂടെ ഇത്തിരി ചമ്മന്തിയും കൂടി കിട്ടിയാൽ സൂപ്പറാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഉരച്ചെടുത്ത ബീറ്റ്റൂട്ട് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് തേങ്ങ ചിരവിതിട്ട് കൊടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടി നന്നായിരിക്കും. പിന്നെ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഉപ്പിട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. നന്നായിട്ട് മിക്സ് ചെയ്തിട്ടൊന്ന് മൂടി വെച്ച് വേവിക്കാം കേട്ടോ. പിന്നെ തുറന്ന് കഴിഞ്ഞിട്ട് പിന്നെ ഒന്നുകൂടി മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ അത് വെന്തിട്ടുണ്ടാവും. ഒരുപാട് വേവണമെങ്കിൽ അങ്ങനെ വേവിക്കുക. അപ്പോൾ ഒരുപാട് വെന്ത് കുഴഞ്ഞിരിക്കും. ഞാൻ ഒരുപാട് അങ്ങനെ വേവിക്കാറില്ല, ചെറിയൊരു കടിച്ച് തിന്നത്തക്ക രീതിയിലാണ് കേട്ടോ അത് വേവിച്ചെടുക്കുന്നത്. അപ്പോൾ ബീറ്റ്റൂട്ട് വെളുത്ത് റെഡി ആയിട്ടുണ്ട്. പൊതിച്ചോറിനൊക്കെ പറ്റിയ അടിപൊളി റെസിപ്പിയാണ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഇതേപോലെ ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ ഞാൻ മൂടി വെച്ചിട്ട് കുറച്ച് നേരം ഒന്ന് വേവിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇൻഡക്ഷൻ കുക്കറിലാണ് കേട്ടോ ഇത് ഉണ്ടാക്കണത്. അപ്പോൾ ഇരുമ്പ് ചട്ടിയാവുമ്പോൾ ഇൻഡക്ഷൻ കുക്കറിൽ പെട്ടെന്ന് ചൂടാവും. അപ്പോൾ ഗ്യാസിനൊക്കെ കിട്ടാൻ ബുദ്ധിമുട്ടായാലും ഇൻഡക്ഷൻ കുക്കറാണ് കൂടുതൽ ഉപയോഗിക്കുന്നത്. അപ്പോൾ പറഞ്ഞ നേരം കൊണ്ട് ബീറ്റ്റൂട്ട് വെളുത്ത് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്താക്കാട്ടെ, അടിപൊളി ടേസ്റ്റാണ്. വെറുതെ ഇരുന്ന് കഴിക്കാൻ, നല്ല ചൂട് ചോറിൻ്റെ കൂടെ കഴിക്കാനും നല്ലതാണ് കേട്ടോ. ഒരു മുട്ട പൊരിച്ചതുണ്ടെങ്കിൽ സൂപ്പറായിരിക്കും.